ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മൈദ. നമുക്ക് അളവൊന്നും അറിയില്ല, എന്നാലും ഇതിൽ കുറച്ച് മൈദ ഇതിലിടുക. ഉപ്പ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മളിനി കുറച്ച് പഞ്ചസാര മധുരത്തിന് കണക്കായിട്ട് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് കത്തിച്ച് അടുപ്പത്ത് പാന് നല്ലോണം ചൂടായി. ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത്. സൺഫ്ലവർ ഇതിൻ്റെ മുടിക്കൊരു ചെറിയ കംപ്ലൈൻറ്റ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചിട്ടില്ല. സൺഫ്ലവർ ഓയിൽ വെച്ച് നമ്മളിവിടെ നന്നാക്കി വെച്ച ഈത്തപ്പഴം ഞാൻ ഈ മൈദേൻ്റെ കൂട്ടിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലവണ്ണം മൊരിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ ഒരു ഭാഗം നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം തിരിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായി റെഡിയാക്കിയെടുക്കാം. പിന്നെ വൈകുന്നേരത്തെ ചായയും കടിയും ഉണ്ടാക്കാൻ എനിക്ക് ശരിക്കറിയില്ല, എന്നാലും അറിയുന്നത് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.